ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. ഞാൻ വീട്ടിൽ പോയിട്ടുള്ള അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനുണ്ടായിട്ടുള്ള കാരണം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുമ്പോൾ ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. രാവിലെ തന്നെ അന്ന് എളുപ്പത്തിൽ ഉപ്പുമാവാട്ടം ഉണ്ടാക്കുന്നത്, അതോ റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാടാണ് കേട്ടോ. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനാണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചായയും കടയൊക്കെ കൂടെ കഴിഞ്ഞ് മറ്റുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തീർത്ത് വെച്ചിട്ടാണ് പോകാൻ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിക്ക് ഒരു പച്ചമുളക് ഇട്ടാൽ കുറച്ച് എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കണ്ട് അതും ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം സവാള വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുക്കാം. കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് കണ്ട് അതൊന്ന് ചതച്ച് കണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊക്കെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു കോഴിമുട്ടയും കൂടിയായിട്ട് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റവപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിൽ കോഴിമുട്ടയും കൂടി ഇടുമ്പോൾ നല്ല രുചി തന്നെയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയും ഇഞ്ചിയും അതൊക്കെ ചേരുമ്പോൾ തന്നെ ഉപ്പുമാവിന് നല്ല രുചിയാണ് ഈ കറി. അപ്പോൾ ഞാൻ അത്യാവശ്യം വെളിച്ചെണ്ണ ഇട്ടെടുത്തിട്ടുള്ളൂ, കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. നമ്മൾ പോണ ധൃതിയിൽ പണിയെടുത്തിട്ട് ഇങ്ങനെ കഴിക്കണ സമയത്ത് കൊയ്ക്കില്ല. പിന്നെ അത് ബാക്കി ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനാട്ടോ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കഴിക്കില്ല. പിന്നെ അത് അവിടെ ആയിരുത്തായിരിക്കും. അപ്പോൾ വിചാരിച്ചിട്ട് കുറച്ച് ഉണ്ടാക്കി വെക്കണുള്ളൂ. അപ്പോൾ അത് റവ റോസ്റ്റഡ് റവയാണ് കേട്ടോ. അപ്പോൾ അത് വറക്കണമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ക്യാരറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ആ വാട്ടുന്ന സമയത്ത് ക്യാരറ്റും സവാളയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടിരിക്കും. അപ്പോൾ ക്യാരറ്റ് കയ്യിലില്ലാത്ത കാരണം കേട്ടോ. പിന്നെ നമുക്ക് ഈ പച്ചമുളകൊക്കെ കുറച്ചിങ്ങാണ്ട് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴമൊക്കെ ചേർത്ത് അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുക. കോഴിമുട്ടൊക്കെ ഇട്ട് പഴം ചേർത്ത് ഉണ്ടാക്കിയാലും നല്ല അടിപൊളിയാണ് ഈ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് റവ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ തെയ്യൊക്കെ ഒന്ന് കുറച്ച് വെച്ചിങ്ങാണ്ട് നന്നായിട്ട് കണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെ വെള്ളം എറിയാണ്ട് അയഞ്ഞിങ്ങാണ്ടാണ് കേട്ടോ. അപ്പോൾ ഇടക്കാക്കൊന്നും ആണെങ്കിലും അങ്ങനെ ഇഷ്ടമല്ല, അങ്ങനെ കണ്ട് ഉതിർന്ന പോലെ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ട്. റവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അങ്ങനെ ഉണ്ട് കട്ടകളൊക്കെ ഇങ്ങനെ ഉടച്ചെടുത്തുങ്ങാണ്ട് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ആയിട്ടാണെന്ന് അറിയില്ല, ഒന്നും കൂടി രുചി തോന്നി. അപ്പോൾ എനിക്ക് ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കാനൊരു പൂതിട്ടോ. അപ്പം ഞാൻ ആക്കിയതാണ്. അപ്പോൾ ക്യാരറ്റ് ആണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, കൊടുന്നതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോർക്ക് തൈര് ഉണ്ടാക്കുന്ന സമയത്ത് അതിക്ക് പച്ചമുളകും ഉള്ളിയും അതുപോലെ ക്യാരറ്റും കക്കരിക്കൊക്കെ ഇട്ടുകാണ്ട് സലാഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കൂട്ടോ. പിന്നെ ക്യാരറ്റൊക്കെ എളുപ്പം തീരും. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇല്ലേനു. അപ്പോൾ ഞാൻ അങ്ങനെ എന്തായാലും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ച് ചായയൊക്കെ കുടിച്ചിട്ടില്ല കേട്ടോ. ചായ അടിച്ചിട്ടതിന് മുന്നേ മുറ്റൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് നല്ലൊരു വെളിച്ചമുള്ള ഒരു ദിവസമാണ് കേട്ടോ. മഴയൊന്നുമില്ല, നല്ലൊരു വെയിൽ വരുന്ന പോലെ ഉണ്ട് കേട്ടോ. വെളിച്ചമൊക്കെ വെച്ചപ്പോൾ ഞാൻ ആ സൈഡ് അലമലൊക്കെ ഉണങ്ങാതെ കുറച്ച് കിടന്നിരുന്ന ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കണ്ടിട്ട് എടുത്തിക്കണ്. പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചോറൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ കൂട്ടാനൊക്കെ പിന്നെ ഇന്നലത്തെ ഉണ്ട്, പിന്നെ അത് മതിയല്ല. പിന്നെ നമ്മൾ ചോറിനില്ല, നമ്മൾ ഇതൊക്കെ പണിയൊക്കെ തീർത്തിക്കാണ്ട് പെട്ടെന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ചോറൊക്കെ അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആണ്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞാണ്ട് തന്നെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. പനിയത്തിൻ്റെ വീട്ടിൽ പോവുകയാണ് ഞങ്ങളെല്ലാവരും കൂടി. ഞങ്ങളിവിടെ ഒരു 12 മണിയാകുമ്പോഴത്തേനും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരെയും കണ്ടിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടോ. അങ്ങനെ ഒരു മണി അതിൻ്റെ സമയത്ത് ഞങ്ങൾ ചോറ് തിന്നുകയാണ്. അപ്പോൾ ചോർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി, അതുപോലെ നല്ല രുചിയുള്ള മീനാണ് കേട്ടത്. ഇതിൻ്റെ മീൻ എന്താണ് കോലാൻ അങ്ങനെ എന്തൊരു മീനായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ സാമ്പാറുണ്ട്, നല്ല മത്തങ്ങ ഇല ഉണ്ടല്ലോ, മത്തൻ്റെ ഇല, അത് പപ്പടം പൊരിച്ചത്, പിന്നെ വേറെ പയറും പഴമൊക്കെ കൂടിയിട്ടുള്ള ഉപ്പേരി അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച്
അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഒരുങ്ങലും പിടിക്കലൊക്കെ ഇരുന്നിട്ടാ. അപ്പോൾ പോണത് എവിടേക്കുമല്ല, ആങ്ങളെന്നെ വിളിക്കാൻ പോകുകയാണ് കേട്ടോ. ആങ്ങളെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. എല്ലാവരും കൂടി വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളുള്ള ദിവസമല്ല, അപ്പോൾ ഒഴിക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങളെല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങളിതവിടെ മാറ്റി ഒരുങ്ങി നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് അതുവരെ നല്ല വെയിലും വെളിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറി കേട്ടോ. ഞങ്ങളിവിടെ ഇങ്ങനെ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. വണ്ടി വന്നപ്പോൾ പിന്നെ മഴയൊക്കെ മാറിയിട്ടോ. നല്ല വെയിലും വെളിച്ചമൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ചോറുന്നിട്ട് 2 മണിക്കാണ് പോയത്. അപ്പോൾ ഒരു 3:30 ആകുമ്പോൾ അവൻ അവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നിട്ട് അപ്പോഴത്തേനും കണ്ടെത്താലോ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ വണ്ടിക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി പോകുമ്പോൾ നല്ലൊരു സന്തോഷമാണല്ലോ അല്ലേ. വണ്ടിയൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ മോളിൻ്റെ അപ്പുറത്ത് ഇരുന്നേന്ന്. അപ്പോൾ ഓൾക്ക് തലക്കിരിക്കണം എന്ന് പറഞ്ഞാണ്ട് ഓൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പുറത്തേക്ക് നോക്കിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ച മാതിരി ഒന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ആങ്ങൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നാത്തൂനും കുട്ടീനെയും കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോകാൻ തീരുമാനമിട്ടതായിരുന്നു. അപ്പോൾ നാത്തൂനിക്ക് ചെറിയ കുട്ടിയല്ല, അപ്പോൾ ഇനി ഓൾക്ക് കുട്ടീനായിട്ട് അത്രയും യാത്ര ചെയ്താൽ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഞാൻ അറിയാതെ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു സർപ്രൈസ് ആയിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചങ്ങാണ്ട് അപ്പോഴാണെങ്കിലും ഒരുപാട് ലേറ്റായി. വണ്ടി ബ്ലോക്കിലൊക്കെ പെട്ട് ഒരുപാട് ലേറ്റായി. ഒരു 3:15 തന്നെ അവിടെ ഇറങ്ങിയിരിക്കണമല്ലോ. അപ്പോൾ അത്രയും അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഓന് പുറത്തിറങ്ങിയിട്ട് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഓൻ ഇങ്ങോട്ട് വണ്ടിയൊക്കെ വരേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാനോ ഒന്നിനും പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇറങ്ങിങ്ങാണ്ട് പിന്നെ എല്ലാവരും ഇതിക്കനെ കയറിയിട്ട് ചെയ്തത്. അപ്പം എൻ്റെ മോളാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ തന്നെ മടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഓന് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദുബായിക്ക് പറഞ്ഞത് ദുബായിക്കാണ് പോണത് എന്നൊക്കെ. അപ്പോൾ 2 മണിക്ക് പറഞ്ഞ വണ്ടി 2:15 കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വന്നിക്കണതും. പിന്നെ ഒരുപാട് നേരം ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് അങ്ങനെ സമയം പോയിട്ടുണ്ടായിരുന്നു. അതേട്ട നേരം വൈകിയത്. അപ്പോൾ വിചാരിച്ച പോലെ ചെയ്യാനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതാ വന്നതിന് ശേഷം പിന്നെ എല്ലാവരും മേലകലും മാറ്റലും ഇതൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേന് ബിരിയാണി ഉണ്ടാക്കാൻ നാത്തൂന്മാരും താത്തിയൊക്കെ ഒരുങ്ങി എല്ലാവരും കൂടി ബിരിയാണി ഒക്കെ സെറ്റാക്കിയിട്ടാണ്. അപ്പോൾ അടിപൊളി ബിരിയാണി ആയിരുന്നു. നല്ല ചൂടോട് കൂടി എല്ലാവരും റാഹത്തായി കഴിച്ച്. അപ്പോൾ ഒരു 11 മണിയാവുമ്പോൾ ഞാനും 2 അനിയത്തിയോളും കൂടി വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. കാരണം നേരം വെളുത്താൽ സ്കൂളൊക്കെ ഉണ്ട്. പിന്നെ നിൽക്കുകയാണെങ്കിൽ തന്നെ പിന്നെ രാവിലെ പോരണ്ടേ അത് വിചാരിച്ചിട്ട് ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് ഓനെ കൂട്ടി തിരിച്ചു വന്നത് നേരം 5 മണി 5:30 ആയപ്പോഴത്തേന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ നേരത്തെ തന്നെ പെട്ടി തുറക്കലും കാര്യങ്ങളും ഏതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ചോറ് നിന്ന സമയത്ത് മാത്രമേ കേട്ടോ വീഡിയോ എടുക്കാൻ നിന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. എത്ര ഉണ്ടാവും